ക്രിസ്മസ് ഇന്നലെ ആയിരുന്നു. നിങ്ങളുടെ ആഘോഷം തീർന്നിട്ടില്ല എന്ന് മനസ്സിലായി. എന്തായാലും വലിയൊരു സന്തോഷ അവസരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വലിയ ആനന്ദം നിറഞ്ഞ ഈ ക്രിസ്മസ് ആഴ്ച ഇന്നലെ നമ്മളെല്ലാവരും ആഘോഷിച്ചു. ഇന്നലെ ഞാനും തറയിൽ പിതാവും തിരുവനന്തപുരത്തായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇവിടെ അതുമീതെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മളുടെ ഹൃദയത്തിൽ മാത്രമല്ല നമ്മുടെ മനസ്സിൽ തട്ടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാവർക്കും ഇതിനെക്കുറിച്ച് ശ്രദ്ധ വയ്ക്കണം. കാരണം ഒരു സംശയവുമില്ല, നിങ്ങളാണ് കേരളത്തിൻ്റെ ഭാവി. പക്ഷേ നിങ്ങളുടെ ഭാവിയുടെ സാധ്യതകൾ നന്നാക്കാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എൻ്റെ തലമുറ പൂർത്തിയാക്കിയിട്ടില്ല, ഒരു നല്ലൊരു ജോലി ചെയ്തിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. നേരിട്ടൊരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത്, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. 5 വർഷം കഴിഞ്ഞാൽ എത്ര പേര് നമ്മളുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടാവും? ഞാൻ ഓരോ കോളേജ് കോൺവൊക്കേഷനിലും ഹൈസ്കൂൾ ഗ്രാജുവേഷനിലും പോകുമ്പോൾ എന്താ ഞാൻ കാണുന്നത്? പലവരോടും ഞാൻ അവർക്ക് പ്രൈസും ഓണേഴ്സും ഡിപ്ലോമയും കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പലവരുടെയും ഉദ്ദേശമാണ് കേരളം വിട്ടു പോവാൻ, വേറെ വല്ല സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ വല്ല രാജ്യങ്ങൾക്ക്. ഒരു പയ്യനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടല്ലോ, ഇവിടെ പ്രവർത്തിച്ചൂടെ? അദ്ദേഹം പറഞ്ഞു, സാറേ എനിക്ക് എന്താ ഉള്ളത് കേരളത്തിൽ? കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറി വന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ പറയാൻ മറുപടിയായിട്ട്? ഒരു വിധത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഹി ഈസ് റൈറ്റ്. ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ 25 വയസ്സിൻ്റെ താഴെയുള്ള പോപ്പുലേഷൻ 50.1%. 50.1% are under 25. കേരളത്തിൽ എന്താണ് യാഥാർത്ഥ്യം? ഓൺലി 23% are under 25. വേറെ എല്ലാവരും എവിടെയാ? ചിലവർ ജനിച്ചിട്ടേ ഇല്ല. നമ്മുടെ മലയാളി കുടുംബങ്ങൾ ചുരുങ്ങി വരുന്നു സൈസിൽ. അഥവാ 2021 നമ്മുടെ സർക്കാർ ഒരു സെൻസസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രദേശമായി മാറിയിട്ടുണ്ടാവും. പോപ്പുലേഷൻ ചുരുങ്ങാൻ 2011 മുതൽ 2021 വരെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മളുടെ എണ്ണം ചുരുങ്ങുന്നു. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം. ജനിച്ചവരിവിടെ വളർന്ന ശേഷം സ്ഥലം വിടുന്നു. അത് ഗൾഫിലായാലോ വിദേശ രാജ്യങ്ങളിലായാലോ വേറെ സംസ്ഥാനത്തിലായാലോ കേരളത്തിൽ ഭാവി കാണുന്നില്ല. ഇത് വലിയൊരു ദുഃഖം നിറഞ്ഞൊരു കാര്യമാണ് കേരളക്കാർക്ക്. കാരണം നമ്മളുടെ ഭാവി കെട്ടുന്ന ചുമതല നിങ്ങളുടെ ആണെങ്കിൽ, നിങ്ങളിവിടെ ഇല്ലെങ്കിൽ ആരാണ് നമ്മുടെ ഭാവി കെട്ടാൻ പോകുന്നത്? ആ കുട്ടിയുടെ വാചകം കേരള ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതുമീത് തോന്നി. കാരണം ഓൾഡ് ഏജിൽ തിരിച്ചു വരുന്ന മലയാളികളുടെ എണ്ണവും ചുരുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവർക്കും അറിയാം, ഒരു കാലത്തിൽ 40-45 വർഷമായിട്ട് നമ്മുടെ മലയാളികൾ ഗൾഫിൽ പോകുന്നുണ്ടായിരുന്നു, ഗൾഫ് ബൂമായിട്ട്. ആദ്യത്തെ തലമുറ അവിടെ പ്രവർത്തിച്ചു, കാശ് നാട്ടിലേക്ക് അയച്ചു, ഇവിടെ നല്ല വീടുകൾ പണിതു, എല്ലാം നന്നാക്കി. എന്നിട്ട് അവർ റിട്ടയർമെൻറ്റ് വന്നപ്പോൾ അവർ സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. രണ്ടാമത്തെ തലമുറയുടെ അനുഭവം അതല്ല. അവരും ആദ്യം കാശ് അച്ഛനമ്മയ്ക്ക് കൊടുത്തയക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മക്കൾ അവരുടെ ഒപ്പം ഗൾഫിലാണ്. മക്കൾ ഗൾഫിൽ വളരുമ്പോൾ അവിടുത്തെ ഇൻ്റർനാഷണൽ സ്കൂൾസൊക്കെ പഠിച്ചിട്ട് വലിയ എണ്ണം വിദേശത്തിലാണ് ഗ്രാജുവേറ്റ് സ്റ്റഡി, യൂണിവേഴ്സിറ്റി സ്റ്റഡി എന്ന് വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ജോലി എടുക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്, അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒക്കെ പോകുന്നത്. എന്നിട്ട് അവരുടെ അച്ഛനും അമ്മയും ഗൾഫിൽ റിട്ടയർമെൻ്റ് എടുക്കുമ്പോൾ അച്ഛനമ്മയോട് പറയും, നിങ്ങൾ എന്തിനാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? നിങ്ങൾ അച്ഛനമ്മയ്ക്കും വേണ്ടി വീട് നന്നാക്കി കൊടുത്തു, പക്ഷേ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കൂ, നിങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ ഒപ്പം നമ്മളൊപ്പം സുഖിക്കൂ. അതുകൊണ്ട് ഒരു വലിയ എണ്ണം റിട്ടയർഡ്
പ്രോസ്പെറസ് ഗൾഫ് മലയാളീസ് ആർ നോട്ട് കമ്മിങ് ബാക്ക് ടു കേരള. കേരളത്തിലേക്ക് വരുന്നില്ല. അപ്പം ഇതെല്ലാം നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി കുറച്ചൊരു അത്ഭുതമാണ്. പല വിധത്തിലും നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അമേരിക്കയെ പോലെയാണ്. നമ്മൾ നോക്കിയാൽ സാക്ഷരത, നമ്മളുടെ ലിറ്ററസി റേറ്റ് അമേരിക്കയെക്കാൾ കൂടുതലാണ്. നമ്മുടെ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് പെർ 1 lakh പോപ്പുലേഷൻ ഭാരതം അമേരിക്കയെ പോലെയാണ്. കേരളം അമേരിക്കയെ പോലെയാണ്. ഭാരതം ഒരിക്കലുമല്ല, കേരളം അമേരിക്കയെ പോലെയാണ്. നഴ്സുമാർ, നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ബെഡ്സ് പെർ പേഷ്യൻറ്റ്, എല്ലാ സമയത്തും നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സിൽ വി ആർ അഹെഡ് ഓഫ് അമേരിക്ക. കേരളത്തിൽ മാധ്യമങ്ങളുടെ ശക്തി ഉണ്ട്. അമേരിക്കയിൽ ഓരോരോ വർഷം മാധ്യമ പത്രങ്ങളൊക്കെ അടിഞ്ഞു പോകുന്നു. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ കേരളം അമേരിക്കയെ പോലെയാണ് ഒരു വിധത്തിൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വായിക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകം അമേരിക്കയിലെ 1/20 ആണ്. 5% അവരുടെ പെർ ക്യാപിറ്റ ഇൻകമിൻ്റെ. അപ്പം നമ്മൾ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ എങ്ങനെ പോകുന്നു? ഒരു സർക്കാരിന് ഒരു നാട് നടത്തണം എന്നുണ്ടെങ്കിൽ റവന്യൂ ആവശ്യമുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ കടത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മലയാളികളും ടെക്നിക്കലി 1.5 ലക്ഷം രൂപ കടത്തിലാണ് ജനിച്ച് വളർന്നിരിക്കുന്നത്. ഈ കേരള സർക്കാരിൻ്റെ കാശില്ലാത്ത കാരണം. മിനിങ്ങാന്ന് കേരള ഹൈക്കോടതിയിൽ ഒരു 76 വയസ്സായ ഒരു വിധവ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 3 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. അപ്പോൾ ഹൈക്കോടതി ജഡ്ജ് സർക്കാരിനെ വിളിച്ചു, എന്തിനാണ് ഈ സ്ത്രീന് നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തത്? സർക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള കാശില്ല. അപ്പോൾ ജഡ്ജ് കോമെന്റ് ചെയ്തു, ഈ കാശില്ലാത്ത സർക്കാരിനോട് ഞാൻ എങ്ങനെ ആവശ്യപ്പെടും? ഇത് അന്യായമാണ്. ഈ സ്ത്രീന് അവകാശമാണ് ഈ പെൻഷൻ. പക്ഷെ കൊടുക്കാൻ കാശില്ലെങ്കിൽ ഞാൻ അവരോട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൂടി എന്താ കാര്യം? ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ടല്ലേ പലവരും ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നത്. അവരിവിടെ സാധ്യതകൾ കാണുന്നില്ല. ഞാൻ പല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് മറുപടി വരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പറയുന്നെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളുടെ കേരളത്തിൽ we have the lowest industrial growth in the country. ഏത് സംസ്ഥാനം നോക്കിയാലും പുതിയ ഫാക്ടറികൾ, പുതിയ മാനുഫാക്ചറിംഗ് ഔട്ട്ലെറ്റ്സ്, പുതിയ SMEs ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. അതെല്ലാവരും തൊഴിലുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. കേരളത്തിൽ എല്ലാം വെച്ച് താഴെ നമ്പറാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആർക്കും ഇവിടെ വന്നിട്ട് അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഞാൻ ആദ്യം ഐക്യരാജ്യസഭ വിട്ടപ്പോൾ 2007 കഥയാണിത്. ആ കാലത്തെ ഇവിടെ ഭരിക്കേണ്ടായിരുന്ന ലെഫ്റ്റ് സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എൽമരം കരീം അമേരിക്കയിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ സ്വന്തം ചെലവിലൊരു വലിയൊരു ഡിന്നർ വെച്ചു ന്യൂയോർക്കിൽ. അതിൽ പല ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു ഡിന്നറിൽ. അതിൽ പല മറുനാടൻ മലയാളികൾ, വെരി സക്സസ്ഫുൾ ബിസിനസ് പീപ്പിൾ, അവരെയും ക്ഷണിച്ചു. എന്നിട്ട് കരീംജിയും അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഇൻഡസ്ട്രി സെക്രട്ടറിയും പ്രസൻറ്റേഷനൊക്കെ ചെയ്തു. അതെല്ലാം പോയി നല്ല ഭക്ഷണം കഴിച്ചു, ബില്ല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആരും ഒരു പൈസയും കൊണ്ടുവരാൻ തയ്യാറായിരുന്നു. ഞാൻ പലവരെയും വിളിച്ച് ചോദിച്ചു, എന്ത് പറ്റിയേ? അവർ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കേരളത്തിൽ ഞങ്ങളുടെ പണം ഒരിക്കൽ നമ്മൾ ആ പണം വീണ്ടും കാണാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് പറഞ്ഞത് ശരിയല്ലെങ്കിലും ഞാൻ കണ്ടിരിക്കുന്നത് പലവരെയും സംശയങ്ങളാണ്. അവിടെ അവർ കാശ് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെ വല്ല ബ്യൂറോക്രസിയോ വല്ല പോളിറ്റിക്സോ വന്നിട്ട് തടസ്സപ്പെട്ടിട്ട് അവർ കാശെല്ലാം നഷ്ടപ്പെടുമെന്നാണ്. ഇൻവെസ്റ്റേഴ്സിന് അതല്ലേ വലിയ ഭയം. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമാണ്, ഭാരതത്തിൽ ദുഃഖത്തിൻ്റെ ഒരു കാര്യമാണ്, പല സംസ്ഥാനങ്ങളിൽ കർഷകരുടെ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിൽ ആകെ ഒരൊറ്റ സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ 3 ഇൻവെസ്റ്റേഴ്സ് അവരുടെ കാശ് എല്ലാം ഇവിടെ മുടക്കിയ ശേഷം, ചിലപ്പോൾ ലൈഫ് സേവിങ്സ് കൂടി ആയിരുന്നു, അതിനെ ഓരോരോ തടസ്സങ്ങൾ പറ്റിയിട്ട് രാഷ്ട്രീയക്കാരും ബ്യൂറോക്രസിയും കൂടി അതിനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ആത്മഹത്യ ചെയ്ത കഥകൾ. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്?
നമുക്ക് നമ്മളുടെ കേരളത്തിൽ മാറ്റം കൊണ്ടുവരണം. പക്ഷെ ആ മാറ്റം കൊണ്ടുവരുന്ന ഏജൻസ് ഓഫ് ചേഞ്ച് നിങ്ങൾ തന്നെ ആവണം. അതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ ഭാവിയാണ്. ഇറ്റ് ഈസ് യുവർ ഫ്യൂച്ചർ ദാറ്റ് ഈസ് അറ്റ് സ്റ്റേക്ക്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിക്കും നോക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൻ്റെ ഒരു കുറവാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സാണ്. ഞാൻ തറയിൽ പിതാവ് പറഞ്ഞ പോലെ എല്ലാ പ്രസംഗത്തിലും എനിക്ക് വലിയ അഭിമാനത്തോടെ ക്രൈസ്തവ സഭയെ എനിക്ക് നല്ലപോലെ പ്രേസ് ചെയ്യാനുള്ള അവസരമുണ്ട്. സെയിൻറ്റ് എലിയാസ് കുര്യാക്കോസ് ചാവരുടെ കാലം മുതൽക്ക് ജാതിയും മതമൊന്നും ചിന്തിക്കാതെ പാവപ്പെട്ട കുട്ടികളെയും കൂടി ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തി ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയത് ക്രിസ്ത്യൻ ചേർച്ച് തന്നെ ആയിരുന്നു. അത് മാത്രമല്ല, പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യൻ ചേർച്ചസ് ആയിരുന്നു. നമ്മളിപ്പോൾ മിഡ് ഡേ മീലിനെ കുറിച്ചൊക്കെ MGR മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ശരിക്ക് 160 വർഷം മുമ്പ് ക്രിസ്ത്യൻ ചേർച്ചസ് കേരളത്തിൽ ചെയ്ത ഒരു പ്രാക്ടീസാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ദ ടീച്ചിങ് പ്രൊഫഷൻ വാസ് ഇൻവെന്റഡ് ഇൻ കേരള ബൈ ചേർച്ചസ്. ഈ പള്ളിക്കൂടത്തിൽ ആരായിരുന്നു പഠിപ്പിക്കുന്നതായിരുന്നു? ആദ്യം വോളണ്ടിയർ ടീച്ചേഴ്സ് ആയിരുന്നു. സെയിൻറ്റ് ചാവര പറഞ്ഞത് ശരിയല്ലല്ലോ, ഇവർക്കും ജീവിക്കണ്ടേ. ഇവർക്ക് നമ്മൾ ഒരു കളക്ഷൻ നടത്തി, പള്ളി വിശ്വാസികളുടെ നിന്ന് കളക്ഷൻ നടത്തി ഇവർക്കൊരു ശമ്പളം കൊടുക്കണമെന്ന് ആരംഭിച്ചത് അതും ക്രിസ്ത്യൻ ചേർച്ചസാണ്. ശരിക്കും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വിദ്യാഭ്യാസ മേഖലയിൽ മഹാ കോൺട്രിബ്യൂഷനാണ്. അത് സ്കൂൾ സിസ്റ്റമിൽ ഒരു വിധത്തിലും ഒരു പ്രയാസമില്ലാതെ ഇറ്റ്സ് എ ബിഗ് സക്സസ് എന്ന് പറയാം. പക്ഷെ കോളേജ് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, അതിലാണ് ഞാൻ കുറച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. 2 വർഷം മുമ്പ്, 2.5 വർഷം മുമ്പ്, താങ്ക് യു സോ മച്ച്, 2.5 വർഷം മുമ്പ് നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ്, ഇത് രാഷ്ട്രീയ വേദിയല്ല, രാഷ്ട്രീയം പറയില്ല, പക്ഷേ കേരള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്നെ മാനിഫെസ്റ്റോവിൻ്റെ ചുമതല തന്നു ഈ പ്രകടന പത്രിക എഴുതാൻ. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ കേരളം മുഴുവൻ പോയി കോൺസൾട്ടേഷൻസ് നടത്തി. അതിൻ്റെ അർത്ഥം എൻ്റെ അഭിപ്രായം പറയുന്ന പകരം ജനങ്ങളുടെ അഭിപ്രായം അറിയട്ടെ, എന്താ അവര് ഒരു മാനിഫെസ്റ്റോയിലും ഒരു ഭരണത്തിലും കാണാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും കണ്ണു തുറക്കുന്ന പല കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ കൊച്ചിയിൽ ചില IT പ്രൊഫഷണൽസിനൊപ്പം, കോഴിക്കോടിൽ ചില പിന്നെ പരിസ്ഥിതിയെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ചില വിദ്യാഭ്യാസ മേഖലയിലത്തെ ആൾക്കാരും ഓരോരോ കോളേജിൽ കയറി സംസാരിച്ചു. കുട്ടികളുടെ ഐഡിയാസ് ഞാൻ ആവശ്യപ്പെട്ടു, എന്താണ് അവരാഗ്രഹിക്കുന്നത് കാണാൻ. ആ പല ഐഡിയാസ് കണ്ടിട്ട് ഞങ്ങളുടെ UDF മാനിഫെസ്റ്റോയിൽ ഒരു പോയിന്റ് ഉൾപ്പെടുത്തി. കേരളം ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ സ്ഥാപിച്ചിട്ട് അതിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും എഡ്യൂക്കേഷനിസ്റ്റും മാത്രമല്ല വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തണം, എംപ്ലോയേഴ്സിനെയും ഉൾപ്പെടുത്തണം ഞാൻ ആവശ്യപ്പെട്ടു. അതിന് കാരണമുണ്ടായിരുന്നു. ഞാൻ ആ കാലത്ത് നയിക്കുന്നുണ്ടായിരുന്ന ഒരു സ്ഥാപനമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. അവരൊരു സർവേ നടത്തി കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ. അവരെന്താ കണ്ടുപിടിച്ചത്? 66% എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഇപ്പം ചെയ്യുന്ന ജോലികളിൽ അവർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമില്ല. 66% of Kerala's engineering graduates are today doing jobs that do not require an engineering degree. അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുമില്ലെങ്കിൽ അവർ പഠിച്ചതിലൊരു ഉപയോഗമില്ല, അല്ലെങ്കിൽ അവർ പഠിക്കുന്നു പക്ഷേ മാർക്കറ്റിന് അവർ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മാർക്കറ്റേ ഇല്ല. ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാവരും അഭിപ്രായം മനസ്സിലാക്കിയിട്ട് നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ ഒരു റിയൽ വേൾഡിൽ ബന്ധപ്പെടുത്താൻ നമ്മൾ ശ്രമം നടത്തണം. ഒരു കുട്ടി സെൻറ്റ് തെരേസാസ് കോളേജിലായിരുന്നു, എന്നോട് പറഞ്ഞു, സാറ് എന്തുകൊണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടിക്കൂടാ? എന്തിനാണ് ഞങ്ങൾ വെറും സമ്മർ ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടോ ഇന്റേൺഷിപ്പ് ചെയ്യണത്? ഞങ്ങൾക്കും ഈ വേൾഡ് ഓഫ് വർക്കിനെ കുറിച്ചൊരു പരിചയം വേണ്ടേ? എനിക്ക് നല്ലൊരു ഐഡിയ തോന്നി. നമ്മളെല്ലാവരും കോളേജ് പഠിക്കുമ്പോൾ എത്ര മണിക്കൂറാണ് ക്ലാസ് റൂമിൻ്റെ അകത്തോ, എത്ര മണിക്കൂറാണ് ഹോംവർക്കിലോ എസ്സേ റൈറ്റിങ്ങിലോ ലൈബ്രറിയിലോ ചിലവാക്കുക? നമ്മൾക്ക് എല്ലാ ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയറിന് കൊടുക്കാനുണ്ടാവുമല്ലോ. ഈ കാലത്ത് പ്രത്യേകിച്ച് ഓൺലൈൻ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള സ്ഥിതിയിൽ
Imagine if you can tie up with a potential employer while you are in college. Do an internship. രണ്ട് ഗുണമുണ്ടാവും. അവർക്ക് താങ്കളെ പരിചയമുണ്ടാവും. ഇയാൾക്ക് കഴിവുണ്ട്, ഈ പെൺകുട്ടി നന്നായി പ്രവർത്തിക്കണം, നന്നായി എഴുതുന്നു, അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരേ സമയം നിങ്ങൾക്ക് അവരെക്കുറിച്ച് പരിചയമുണ്ടാവും. മേ ബി യു വിൽ ഡിസൈഡ് യു ഡോണ്ട് ലൈക്ക് ദാറ്റ് ഏരിയ ഓഫ് വർക്ക്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ചില താല്പര്യങ്ങളുണ്ടാവും, ചില സബ്ജക്ട്സ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയി തോന്നും. പക്ഷെ അതിൽ ഇടപെട്ട ശേഷം നമ്മൾ പറയാം, അയ്യോ ഇത് എനിക്ക് വേണ്ടല്ലോ. ആ അവസരവും കിട്ടും ഇന്റേൺഷിപ്പ് പോയിക്ക്. അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരൊറ്റ കാരണം, നമ്മളുടെ സംസ്ഥാന സർക്കാർ ഒരു ഇൻസെൻറ്റീവും കൊടുക്കുന്നില്ല, എംപ്ലോയേഴ്സിനും കൊടുക്കുന്നില്ല, കോളേജസിനും കൊടുക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം നയിക്കാൻ. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, എൻ്റെ ഐഡിയ UDF മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു, LDFിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരതിനെ എടുത്തു ആ ഐഡിയ. അവർ കേരള റിഫോംസ് കമ്മീഷനെ അവർ പ്രഖ്യാപിച്ചു. പക്ഷെ അതിൽ എഡ്യൂക്കേഷനിസ്റ്റും അധ്യാപകരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാർത്ഥികളെ ആരും കൺസൾട്ട് ചെയ്തില്ല, എംപ്ലോയേഴ്സിനെ ആരെയും കൺസൾട്ട് ചെയ്തില്ല. അവർ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അതിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആർക്കും ഒരു പിടുത്തവുമില്ല. ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല, ഒരു ഉദ്ഘാടനം ഉണ്ടായിട്ടില്ല, അതിൻ്റെ റിസൾട്ട് ഏതൊക്കെയാണ് റെക്കമെൻഡേഷൻ സ്വീകരിച്ചതെന്ന് ആരും നമ്മളോടൊന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സ്ഥാപിച്ചില്ലേ, നമ്മൾ ആരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ആ വ്യത്യാസം വരണം. കാരണം ഞാൻ വേറൊരു സർവേ വായിച്ച് പഠിച്ചു നോക്കി, എന്തുകൊണ്ടാണ് നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടുപോകുന്നത്. ചിലർ പറയുന്നു ബെറ്റർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. അതിലൊരു പരിഹാരം കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താനും ബെറ്റർ സിലബസ് കൊണ്ടുവരാനും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ കോഴ്സസിൽ ഉണ്ടാക്കാനും ഇന്റേൺഷിപ്സ് വൈൽ സ്റ്റഡിയിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതെല്ലാം ചെയ്യാൻ സാധിക്കും. പ്ലസ് വിദേശത്തു നിന്ന് യൂണിവേഴ്സിറ്റീസ് വരാനുള്ള അനുവാദം ഇപ്പോൾ നമ്മൾക്ക് ഡൽഹിയിൽ നിന്നുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ. അപ്പോൾ വിദേശത്ത് പോയി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാശ് ചെലവാക്കുന്ന പകരം കേരളത്തിൽ തന്നെ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാവും. വി ക്യാൻ മേക്ക് കേരള ദി എഡ്യൂക്കേഷണൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. പക്ഷെ അതിനു വേണ്ടി കുറച്ചൊരു ശ്രമം, ഒരു വിഷൻ ആവശ്യമുണ്ട്. ഇത് മാത്രമല്ല, ഇതെല്ലാം ചെയ്ത ശേഷം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ നന്നായി പഠിച്ച് നല്ല ഡിഗ്രി എടുത്ത് മോർ ക്വാളിഫൈഡ്, മോർ എംപ്ലോയ്മെൻറ്റ് റെഡിയായി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഭാവി? കേരളത്തിൽ തൊഴിലവസരമുണ്ടോ? ജോലികളുണ്ടോ? ആൻഡ് ദി ആൻസർ, ആസ് ഐ സെഡ് ഏർലിയർ, ഈസ് നോ. അതിനും നമ്മൾ വലിയൊരു പരിഹാരം കൊണ്ടുവരണം. അതിന് 3-4 കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്യാനുണ്ട്. ഒന്നെന്താണ്? നമ്മളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇന്ത്യയിൽ എല്ലാം വെച്ച് മോശം റാങ്കിങ് ആണ്. അമേരിക്കയിലോ സിംഗപ്പൂരിലോ ഒരു ബിസിനസ് സ്ഥാപിക്കാൻ 3 ദിനമേ ആവശ്യമുള്ളൂ പെർമിഷൻ കിട്ടാൻ, 3 ദിവസം. ഭാരതത്തിൻ്റെ ഓവറോൾ ആവറേജ് 114 ദിവസം ഒരു ബിസിനസ് സ്ഥാപിക്കാനുള്ള പെർമിഷൻസ്. കേരളത്തിലോ 236 ദിവസം. അപ്പോൾ ആ 236 ദിവസം ശ്രമിക്കണം ഓരോരു പെർമിഷൻ കിട്ടാൻ. ഓരോരു സ്റ്റേജിൽ ഒരു ആസ്പത്രി കെട്ടണമെന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാൻ 2 വർഷം എടുക്കും, എല്ലാ പെർമിഷൻ കിട്ടാൻ 4 വർഷം എടുക്കും. അതാണ് ജനങ്ങളുടെ അനുഭവം എന്ന് എനിക്കറിയാം. ഞാൻ ആസ്പത്രി കെട്ടിയവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്യൂറോക്രാറ്റിക് റെഗുലേഷൻസും ഇതൊക്കെ ഒരു പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു ഫോമിൽ 4 കോപ്പി എഴുതി വെച്ചാൽ അത് അന്യായമാവില്ല എന്ന് വിചാരിച്ചവരുടെ ചിന്ത മാറ്റി 90% നമ്മുടെ റെഗുലേഷൻസും പ്രോസസ്സസിനെയും വെട്ടിക്കളയേണ്ടി വരും. നമുക്ക് ഈ നാടിൽ നമ്മുടെ യുവാക്കൾക്ക് ജോലി ചെയ്യാൻ ആവശ്യം, തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബിസിനസ്സിനെ എൻകറേജ് ചെയ്യണം, ഇവർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ ഒപ്പം ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇത് വലിയ അത്യാവശ്യമാണ്. ഒരു ഇൻവെസ്റ്ററിനെ വിശ്വസിക്കണം, അദ്ദേഹം റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിനെ നമ്മുടെ സംസ്ഥാനത്തിൽ കൊണ്ടുവന്നാൽ അത് വെറുതെ നഷ്ടപ്പെട്ടു പോയില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ എതിർപ്പിൻ്റെ കാരണമോ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ബ്രൈബ് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്ത കാരണമോ അതൊന്നും സംഭവിക്കില്ല. കാരണം ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് അദ്ദേഹം ഒരു പക്ഷേ സക്സീഡ് ചെയ്യും, ഒരു പക്ഷേ പരാജയപ്പെടും. പക്ഷേ സംസ്ഥാനത്തിൻ്റെ കഴിവില്ലായോ കള്ളത്തരമോ രാഷ്ട്രീയ ഒബ്സ്ട്രക്ഷൻ്റെ കാരണമായിട്ടും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബിസിനസ് പൊളിയില്ല എന്ന് ആ വിശ്വാസം കൊടുത്താൽ മാത്രമേ പലവരും കേരളത്തിന് ചരിത്രം അറിയുന്നവർ ഇവിടെ വരുള്ളൂ.
അതും ഒരു വലിയൊരു അത്യാവശ്യമാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ ഞാൻ പറയാൻ പോകുന്നു. എൻ്റെ വലിയൊരു ആവശ്യമാണ്, നമ്മൾ ഹർത്താലിനെ ബാൻ ചെയ്യണം കേരളത്തിൽ. പലവരും എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഹർത്താൽ വലിയ ഇഷ്ടമാണ്, ഒരു ദിവസം ജോലിക്കോ കോളേജിലേക്കോ പോവാതിരിക്കാലോ റെസ്റ്റ് ചെയ്യാലോ എന്ന്. പക്ഷെ ആ കാലം കഴിഞ്ഞു കുട്ടികളെ. ഭാരതത്തിൽ വേറെ എവിടെയും ഹർത്താലൊന്നും നടക്കില്ല. കേരളത്തിൽ മാത്രമാണ് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവമായി മാറി വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആർക്കും സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിനെ നശിപ്പിക്കാനും ഉപദ്രവിക്കാനുള്ള അവകാശമില്ല. അത് ജനാധിപത്യമല്ലാതെ സാമൂഹ്യ വിരുദ്ധമാണ്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നപ്പോഴേ ഞാൻ പ്രഖ്യാപിച്ചു, ഞാൻ ഒരിക്കലും ഒരു ഹർത്താലിനെ അംഗീകരിക്കില്ല. എൻ്റെ സ്വന്തം പാർട്ടി വിളിച്ചാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ 15 വർഷക്കാലം ഞാൻ ഇതുവരെ ഒരു ഹർത്താലിന് പിന്തുണ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കാൻ പോകുന്നുമില്ല. പക്ഷെ അത് മാത്രം പോരാ, വേറെ ആരെയും ഹർത്താൽ വിളിക്കാൻ സമ്മതിക്കരുത്. ഇതൊരു സാമൂഹ്യ വിരുദ്ധ കാര്യമാണ്. പ്രതിഷേധം ചെയ്തോളൂ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെയ്തോളൂ, സ്ഥാപനങ്ങളുടെ മുമ്പിൽ ചെയ്തോളൂ. പക്ഷെ പാത ബ്ലോക്ക് ചെയ്യരുത്, ബസ്സുകളുടെ ടയറിന് കാറ്റയക്കരുത്. ഒരു കടക്കാരൻ അവന് ചെറിയൊരു കച്ചവടം നടത്താൻ ശ്രമിക്കുമ്പോൾ ഷട്ടർ അടയ്ക്കരുത്, കല്ലെറിയരുത്. വാഹനങ്ങൾ പാതി പോകുമ്പോൾ കല്ലെറിയരുത്. കുട്ടികൾ പരീക്ഷ എഴുതാൻ വേണ്ടി കോളേജ് പോകുമ്പോൾ അവരെ തടുക്കരുത്. ഇതൊക്കെ കോമൺ സെൻസാണ്. ലോകം മുഴുവൻ കേരളത്തിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയക്കാരുള്ളൂ. അതിനെ നമ്മൾക്ക് മാറ്റേണ്ടി വരും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിനെ ഒരു ഹോസ്പിറ്റബിൾ എൻവയറൺമെൻറ്റ് ആക്കി കഴിഞ്ഞാൽ ബിസിനസ്സസ് വരും, എനിക്കൊരു സംശയവുമില്ല. നമ്മുടെ ഓരോരോ സർക്കാർമാരിവിടെ വൈബ്രന്റ് കേരള എന്നൊക്കെ പറഞ്ഞ് സബ്മിറ്റ് നടത്തിയിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് പ്രസ് റിലീസിൽ. ഇത്ര 1000 കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്. അതിൽ എത്ര കോടികളാണ് ആക്ച്വലി എത്തിയിരിക്കുന്നത്? ഏതെങ്കിലും അവർ പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റ് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പുതിയ തൊഴിലവസരം ഉണ്ടായിട്ടുണ്ടോ? സത്യം നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷെ നമ്മൾക്ക് കേരളത്തിൽ തിരുമേനി പറഞ്ഞ പോലെ എന്തൊക്കെ സാധ്യതകളുണ്ട്. വി ആർ എ റിച്ച് സ്റ്റേറ്റ്. നമ്മൾക്ക് പരിസ്ഥിതിയുണ്ട്, നമ്മൾക്ക് നല്ല പരമ്പരയുടെ നല്ല ട്രഡീഷൻസ് ഉണ്ട്. അത് ആയുർവേദ, വെൽനെസ്, ടൂറിസം ഇതെല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ IT മേഖലയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര പുറകെ? IT എക്സ്പോർട്സിന്റെ സംസ്ഥാന ലിസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ 23ാം സ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് ഞാൻ തിരുവനന്തപുരത്ത് ചെയ്ത പോലെ ഇനിയും ടെക് കമ്പനീസ് കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ട് അവരോട് ചൂണ്ടിക്കാണിച്ചുകൂടാ? ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധിയുണ്ട്, നന്നായി പ്രവർത്തിക്കാൻ അറിയും, അവരെ പരീക്ഷകളൊക്കെ നല്ല പാസ്സാകുന്ന കുട്ടികൾ, അവർക്ക് അവസരം കൊടുക്കൂ. കേരളത്തിൽ വന്നാൽ എളുപ്പമായിരിക്കും, അവർ ഇവിടെ ഇരിക്കും. അതല്ലേ നമ്മുടെ ആഗ്രഹം. നമ്മൾ ചെയ്യുന്നില്ല, അവർ പോകുന്നു. പക്ഷെ അതിലൊരു കാര്യം കൂടിയുണ്ട്. തറയിൽ പിതാവ് പറഞ്ഞു, നമ്മളുടെ പല മലയാളികൾക്ക് ബുദ്ധിയുണ്ട്, പരീക്ഷ പാസ്സാക്കാൻ അറിയും, പക്ഷെ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം പോരാ. പല കമ്പനീസും എന്നോട് പറഞ്ഞു, ഞങ്ങൾ മലയാളി കുട്ടികളെ എടുക്കുമ്പോൾ അവർക്ക് ഓഫീസിൻ്റെ അകത്ത് അവർ എഴുതുന്ന നോട്ട്സൊക്കെ ഫസ്റ്റ് ക്ലാസ്സാണ്. മീറ്റിങ്ങിൽ വിളിച്ചാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ധൈര്യം അവർക്കില്ല. ഞങ്ങൾ കസ്റ്റമേഴ്സോ കൺസ്യൂമേഴ്സിൻ്റെ ഒപ്പം ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി ഒരു മലയാളി ആളെ വെച്ച് അതിന് സംസാരിക്കാനുള്ള ധൈര്യമില്ല. ഇത് മാറണം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ ലെവലിലും ഹൈസ്കൂൾ മുതൽ കോളേജ് വരെ നമ്മളുടെ കുട്ടികൾക്ക് സംസാരിക്കാൻ ധൈര്യം. ചെറിയ തെറ്റുകൾ വന്നാലും ഒരു പ്രശ്നമില്ല, തെറ്റ് വന്നോട്ടെ. നമ്മളുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആവാം, നമ്മുടെ തേർഡ് ലാംഗ്വേജ് കൂടി ആവാം. ഈ ഗ്ലോബലൈസ്ഡ് ലോകത്തിൽ നമ്മളെല്ലാവരും ജോലി എടുക്കുമ്പോൾ നമ്മളുടെ സമ്പർക്കം ജർമ്മൻസിൻ്റെ ഒപ്പോ ഫ്രഞ്ചുകാരുടെ ഒപ്പോ സ്പാനിഷുകാരുടെയോ ഇറ്റാലിയൻകാരുടെ ഒപ്പോ ആയിരിക്കും. അവരോടൊപ്പം നമ്മൾ സംസാരിക്കാൻ നമ്മൾക്ക് ഒരു പേടിയും ആവശ്യമില്ല, ഒരു നാണക്കേടും ആവശ്യമില്ല. ഇംഗ്ലീഷ് അവർക്കും ഒരു സെക്കൻഡ് ലാംഗ്വേജോ തേർഡ് ലാംഗ്വേജോ ആണ്. അവരുടെ ഭാഷയിലും തെറ്റുണ്ടാവും, പക്ഷേ നമ്മൾക്ക് അതൊരു സമ്പർക്കം ചെയ്യാൻ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് അറിയപ്പെടും. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അത് ചെയ്യാത്തതിന് കുഴപ്പം നമ്മളുടെ തന്നെയാണ്. വി ക്യാൻ ചേഞ്ച് ദിസ്. ആ ആത്മവിശ്വാസം വരും. നമ്മളുടെ യുവാക്കൾ കണ്ടു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൽ മാറ്റം വരുന്നുണ്ട്, പുതിയൊരു ആവേശം വരുന്നുണ്ട്, പുതിയ സാധ്യതകൾ തുറക്കുന്നുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.
നിങ്ങളാണ്, you have to be the agents of change. It is your future. But how do you get ready for the future? ഈ ഫ്യൂച്ചർ റെഡിനെസ് പറയുന്ന ചെറിയ കാര്യമല്ല. ഇന്നാൾ 2 വർഷം മുമ്പ് ഓക്സ്ഫോർഡിലത്തെ മാർട്ടിൻ സ്കൂൾ ഒരു സ്റ്റഡി ഇറക്കി. ആ സ്റ്റഡിയിൽ പറയുന്നത് 2030 ഉണ്ടാവാൻ പോകുന്ന, ലോകത്തിലുണ്ടാവാൻ പോകുന്ന തൊഴിലവസരത്തിൽ 30% ജോലികൾ ഇന്ന് ലോകത്തിൽ എവിടെയും നിലവിലില്ലാത്ത ജോലികളായിരിക്കും. 30% of the jobs available to you in 2030 will be jobs that do not exist today. Now, how do you prepare for a job that does not exist? How do you study? There is no textbook. The job has not been invented. Each day new jobs are being invented, new ideas are coming up. എല്ലാ ദിവസവും ഏതോ ഒരു ഇൻവെൻറ്റർ സിലിക്കൺ വാലിയിൽ വളരെ ഇരുന്നിട്ട് ഒരു പുതിയൊരു കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഒപ്പം വരുന്നു, അതിൻ്റെ ഒപ്പം പല ഇൻവെസ്റ്റേഴ്സ് ഓടുന്നു, തൊഴിലവസരങ്ങൾ കൂടുന്നു. ആ തൊഴിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? അതിനൊരു സിമ്പിൾ ഉത്തരമാണ്. ബിൽ ഗേറ്റ്സ് എപ്പോഴും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്. എന്താ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്? ബോക്സ് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ വിസ്ഡം. എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ അതിന് മറുപടി കിട്ടും, ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും, ടീച്ചർ പറഞ്ഞു തരും, അത് പഠിപ്പിക്കൂ, പരീക്ഷയിൽ എഴുതൂ. പക്ഷെ അത് പോരാ. ഞാൻ എപ്പോഴും പറയും ടീച്ചർമാരോട്, ദാറ്റ് ഈസ് ദ 20th century kind of education. We have to stop educating like that. We cannot teach children what to think. We have to teach children how to think. എന്താ ചിന്തിക്കേണ്ടതെന്നല്ല പഠിപ്പിക്കേണ്ടത്, എങ്ങനെ ചിന്തിക്കേണ്ടതെന്നാണ് പഠിപ്പിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ചിന്തിക്കേണ്ടതെല്ലാം മുമ്പത്തെ പണ്ടത്തെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആൾക്കാർ. എങ്ങനെ ചിന്തിക്കണമെന്ന് ചിന്തിക്കാൻ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് നമ്മൾ വിചാരിക്കാൻ സാധിക്കാത്ത unfamiliar facts, figures, problems നമ്മുടെ മനസ്സിൽ വരുമ്പോൾ how do we figure out an approach to those problems? എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കി, how do we make these strange things familiar? എങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് ആ പ്രോബ്ലം പോസ് ചെയ്തതിന് ഒരു പുതിയൊരു അപ്രോച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനൊരു പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുക. അതാണ് ഹൗ ടു തിങ്കിൻ്റെ അർത്ഥം. ഈ ഗൂഗിളിൻ്റെ കാലത്തിൽ യു ഡോണ്ട് നീഡ് എ വെൽ ഫിൽഡ് മൈൻഡ്. ഞാൻ എല്ലാ പരീക്ഷയിലും 1ാം റാങ്ക് വാങ്ങിയ ഒരു കുട്ടിയാണ്. ഇത് അസൂയോട് പറയല്ല. I have been first throughout my studies because I had a good short-term memory. പരീക്ഷയ്ക്ക് പഠിച്ചതും ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതും ടീച്ചർ നോട്ടൊക്കെ മാസ്റ്റർ ചെയ്യാനും പരീക്ഷയിൽ എഴുതാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനിപ്പോൾ ഒരു ആവശ്യമില്ല. ഇപ്പോൾ കൂടി എനിക്ക് 60 വർഷം മുമ്പ് പഠിച്ച ചില പോയിട്രിയോ ഷേക്സ്പിയറിൻ്റെ വാചകങ്ങളൊക്കെ നിങ്ങളോട് കോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും പറയും, സാറേ നിങ്ങളത് കോട്ട് ചെയ്യുന്നു, ഞങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്താൽ 1 സെക്കൻഡിൽ ആ കോട്ടിൻ്റെ ശരിക്കുള്ള വാക്കുകൾ പറയാൻ സാധിക്കും. ശരിയാണ്. ഇൻ ദ 21st century you can find anything you like on the internet. You don't need a well-filled mind. But what do you need? You need a well-formed mind. നല്ലപോലെ നിറഞ്ഞ മനസ്സല്ല വേണ്ടത്, നല്ല രൂപത്തിൻ്റെ ബുദ്ധിയാണ്, നല്ല രൂപത്തിൻ്റെ ഒരു മനസ്സാണ് ആവശ്യമുള്ളത്. A well-formed mind is a mind that knows how to deal with unfamiliar issues and problems. Einstein ഒരിക്കൽ പറഞ്ഞു അത്രേ, the mark of an educated mind is what is left behind in your head after you have forgotten everything you studied for your examinations. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതെല്ലാം മറന്നുപോയ ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്, അതാണ് നിങ്ങളുടെ ശരിക്കുള്ള വിദ്യാഭ്യാസം. അപ്പം അതിനു വേണ്ടി നമുക്ക് പുതിയ രീതികളിൽ പഠിക്കണം, പുതിയ രീതികൾ നമ്മൾ ചിന്തിക്കണം. ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിൻ്റെ ഒരു ഉദാഹരണം, ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ 4-5 വേദിയിൽ പറഞ്ഞു കഴിഞ്ഞ ഉദാഹരണമാണ്. പക്ഷേ ഈ ഉദാഹരണക്കാൾ നല്ല ഉദാഹരണമില്ല. അപ്പം ഞാൻ പറയാം. എനിക്ക് തറയിൽ പിതാവിനെ പോലെ കണ്ണട ഇടാൻ ആവശ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലെ രാവിലെ മുതൽ രാത്രി വരെ ഇടുന്ന ആളല്ല ഞാൻ. കാരണം എനിക്ക് ദൂരത്തിലേ ആവശ്യമുള്ളൂ. ഇവിടെ നമ്മളുടെ ഗസ്റ്റിൻ്റെ പേര് വായിക്കാൻ ഒരു പ്രശ്നമില്ല, എനിക്ക് കണ്ണട ആവശ്യമില്ല. ബാക്ക് റോയിൽ വരെ നിന്നിട്ട് എനിക്കൊരു കൈ വീശുണ്ടെങ്കിൽ അത് കാണാൻ എനിക്ക് സാധിക്കില്ല, അപ്പോഴാണ് കണ്ണട ആവശ്യം. അപ്പം ഞാൻ കണ്ണട ഒരു 5% സമയം ഒരു ദിനത്തിൽ ഉപയോഗിക്കുന്ന കാരണം ബാക്കി സമയം ഒന്ന് പോക്കറ്റിലിടും. പോക്കറ്റ് ഉണ്ടെങ്കിൽ, ഈ ജുബയിൽ പോക്കറ്റും കൂടി ഇല്ല. അല്ലെങ്കിൽ ഞാൻ മുണ്ടെടുക്കുന്ന സമയത്തിൽ ഞാൻ മുണ്ടെടുത്തിട്ട് മടിയിൽ വെക്കും. പിന്നെ ഞാൻ എണീക്കുമ്പോൾ അത് നിലത്ത് വീഴും, അല്ലെങ്കിൽ അതിലും കൂടി ചവിട്ടും പൊട്ടും.
അല്ലെങ്കിൽ ഞാൻ വല്ലവരുടെയും ഒരു മേശപ്പുറത്തോ വല്ലവരുടെയും വെച്ച് മറക്കും. അടുത്ത ചടങ്ങിന് പോയ ശേഷം അയ്യോ കണ്ണട കാണാനില്ലേ വിചാരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വർഷത്തിൽ ഞാൻ 6 കണ്ണട 3 മാസത്തിൻ്റെ അകത്ത് തോറ്റു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പരാതി പറയുന്ന ഒരു ഫ്രണ്ടിനോട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണിത്, എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു 150 വർഷക്കാലമായിട്ട് കണ്ണട നമ്മുടെ മൂക്കിൽ ഇരിക്കും, നമ്മുടെ ചെവിയിൽ നിന്ന് തൂങ്ങും. അത് രണ്ടും എനിക്കിഷ്ടമല്ല. ആ മൂക്കിലെ ഡിസ്കംഫർട്ടും ആ ചെവിയിലത്തെ ഡിസ്കംഫർട്ടും എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാത്ത സമയത്ത് ഞാൻ ഇടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അത്രയേ ഉള്ളൂ, വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ പറഞ്ഞു. കുറച്ച് ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഇതാണ് അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ചത്. ഇതെൻ്റെ കഴുത്തിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. പോക്കറ്റിലിടാൻ ആവശ്യമില്ല, മേശപ്പുറത്തിടാൻ ആവശ്യമില്ല, മറക്കാൻ ആവശ്യമില്ല, ചവിട്ടാൻ ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല. പക്ഷേ എനിക്ക് വല്ലവരും കാണാൻ ആവശ്യമുണ്ടെങ്കിൽ ദാ 2 മാഗ്നറ്റിൻ്റെ നടുവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കണത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബുദ്ധിയെക്കുറിച്ച് സംസാരിക്കാനല്ല, നിങ്ങൾക്കൊരു ഉദാഹരണം കാണിക്കാനാണ്. ഒരു സംഭവം, ഒരു കണ്ണട എന്ന് പറഞ്ഞ സാധനം 150 വർഷം ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പം നമ്മൾ ആ കാലത്ത് ഒരു ടീച്ചറോട് ചോദിച്ചാൽ കണ്ണട എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം പറയുമ്പോൾ ടീച്ചർ പറയും ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ്, അങ്ങനെയാണ് ഉണ്ടാക്കുക. പക്ഷെ ആരോ വിചാരിച്ചു അങ്ങനെ തന്നെ ഉണ്ടാക്കണം നിർബന്ധമുണ്ടോ? നമ്മൾക്ക് വേറെ വല്ല രീതി കണ്ടുപിടിച്ചുകൂടെ? അതാണ് ഞാൻ എപ്പോഴും ചെറുപ്പക്കാരോട് പറയും, ടീച്ചർമാരോട് വായി ചോദിക്കണം, മര്യാദയോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് ഒരു കാര്യം, വൈ ഇസ് ഇറ്റ് ലൈക്ക് ദിസ്? തെറ്റില്ല. പക്ഷെ അത് മീതെ ആവശ്യമുള്ള ബുദ്ധി എന്താണ്? ടീച്ചറോട് ചോദിക്കുന്നത് വൈ നോട്ട്, വൈ നോട്ട്, വൈ കാൻറ്റ് യു ഡു സംതിങ് ഡിഫറെൻറ്റ്? ഇന്ന് നമ്മൾ വിളക്ക് കൊളുത്തിയപ്പോൾ അതിനൊരു രീതിയുണ്ട്. അപ്പം ഞാൻ ധാരാളം മറ്റവരോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാ തിരിയും ഈസ്റ്റിൽ തുടങ്ങി ചുറ്റും പോകണമെന്ന്. അതിൻ്റെ ലോജിക്ക് എന്താണ്? എന്തുകൊണ്ടാണ് ആ നിയമം? Because the sun rises in the east and goes around the world, or the world goes around the sun. അപ്പോൾ ആ ലോകം ചുറ്റുന്ന വെളിച്ചമാണ് നമ്മൾ ഈ വിളക്കിൽ കത്തിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു രീതി ഉണ്ടല്ലോ, അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എത്ര ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ചെയ്താലും സൂര്യൻ എപ്പോഴും ഈസ്റ്റിലേ വരുള്ളൂ. അവസാനത്തിൽ നമ്മൾ ലോകം മുഴുവൻ പോയി ചുറ്റി ഓരോരോ ഭാഗത്ത് വെസ്റ്റിൽ ആസ്തമിക്കുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. യു കാൻ ചേഞ്ച് ഇറ്റ്. സോ ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഈസ് ദ അർത്ഥമുണ്ട്. പക്ഷേ വൈ ഷുഡ് ഇറ്റ് നോട്ട് ബി സംതിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യത്തിൽ പുതിയ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. നമ്മൾ ഓരോരോ കണ്ടുപിടുത്തം സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. മാറ്റർ, എല്ലാം മാറ്റർ, മെറ്റീരിയൽ സയൻസാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, എല്ലാറ്റിലും അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് എല്ലാവരും വിശ്വസിച്ച് കുറച്ച് നൂറ്റാണ്ടുകളായി. ഈ കഴിഞ്ഞ കാലം ആരോ വേറൊരു കണ്ടുപിടുത്തം ചെയ്തു, ആൻറ്റി മാറ്റർ. അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺ ഇലക്ട്രോൺസിനെയും ഇല്ലായ്മ ആക്കാൻ ഒരു രീതിയുണ്ട്. ഇറ്റ്സ് ഫാർ ടു എക്സ്പെൻസീവ്. അത് എങ്ങനെയാണ് ഒരു ദിവസം ശരിക്ക് അഫോർഡബിൾ രീതിയിൽ ചെയ്യാൻ സാധിക്കുക? പക്ഷേ ആ ആൻറ്റി മാറ്ററിൻ്റെ എനർജി ഈ ഭൂമിയെ കൂടി പൊട്ടിത്തെറിക്കാൻ സാധിക്കും. ആ കണ്ടുപിടുത്തം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കറാണ്. അദ്ദേഹം സ്കൂളിൽ പഠിച്ചപ്പോൾ വളർത്തിയപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാറ്റിലും മാറ്റർ ഉണ്ട്, എല്ലാറ്റിലും സബ്സ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഫിലോസഫർ ആണെങ്കിൽ നമ്മൾ മായയെക്കുറിച്ച് സംസാരിക്കുക, ഇല്യൂഷൻ. പക്ഷെ അതൊക്കെ പോട്ടെ, യാഥാർത്ഥ്യമായി നമ്മൾ കാണുന്ന ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്ററാണ്. പക്ഷേ ഇപ്പോൾ ആൻറ്റി മാറ്ററും വന്നിട്ടുണ്ട്. ഗ്രാവിറ്റിയിൽ നമ്മളെല്ലാവരും പറഞ്ഞു, ന്യൂട്ടൺ എന്താ കണ്ട, ആപ്പിൾ അദ്ദേഹം മരത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ ആപ്പിൾ അതിന് തലത്ത് വീണു. അദ്ദേഹത്തിന് ബുദ്ധി വന്നു, അയ്യോ ഗ്രാവിറ്റിയാണ്, എന്ത് ഉയർന്നിട്ടാലും താഴ്ത്ത് വീഴും. പക്ഷെ ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റിയെക്കുറിച്ച് ആൾക്കാർ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ രീതിയിൽ ചിന്തിക്കാൻ, ഒരു പക്ഷേ ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ 100-150 വർഷം അദ്ദേഹത്തെ ശരിക്ക് ആരും ചാലഞ്ച് ചെയ്യാൻ സാധിക്കാത്ത ഒരു സയൻറ്റിസ്റ്റിനെ കണ്ട ശേഷം ഒരു ദിവസം അദ്ദേഹം കണ്ടുപിടിച്ചത് ഇപ്പോൾ ശരിയല്ല, ഇനിയും ഒരു കണ്ടുപിടുത്തമുണ്ടെന്ന് നമ്മൾ ഒരു പക്ഷേ വായിക്കും. അത് എൻ്റെ കാലത്തിലായിരിക്കില്ല, പക്ഷെ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ കുട്ടികളുടെ കാലത്തിൽ അങ്ങനെ കണ്ടുപിടുത്തമുണ്ടാകും. അപ്പോൾ ഈ അക്സലറേറ്റിംഗ് പേസ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച് വേഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും യു ഹാവ് ടു കീപ്പ് അപ്പ് വിത്ത് ഇറ്റ്. 2 ഉദാഹരണം മാത്രം അതിനെ നിർത്താം, പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, നമ്മുടെ
ഭാരതത്തിൽ നിങ്ങൾ എല്ലാവർക്കും ആ സമയത്ത് ജനിച്ചിട്ടുണ്ടാവില്ല ഇവിടെ വിദ്യാർത്ഥികൾ. ആ ജനിച്ചിട്ടുണ്ടെങ്കിൽ വെരി സ്മോൾ ബേബീസ് ആയിട്ടാണ് നിങ്ങൾ. Y2K എന്ന് പറഞ്ഞ 2000 നമ്മൾ മിലന്യം ആരംഭിക്കുന്ന സമയത്ത് പലർക്കും വലിയൊരു ഭയമുണ്ടായിരുന്നു. എല്ലാ കമ്പ്യൂട്ടേഴ്സ് ലോകത്തിൽ ക്രാഷ് ചെയ്യും. കാരണം അതുവരെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ ഡേറ്റിംഗ് സിസ്റ്റത്തിൽ 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 1975 വെറും 75 എഴുതും, 99 99 പൂജ്യമായി കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലാ കമ്പ്യൂട്ടറും പൊളിയോന്നായിരുന്നു പേടി. അപ്പോൾ അതിനു വേണ്ടി ലക്ഷക്കണക്കിന് പുതിയ സോഫ്റ്റ്വെയർ എഴുതാൻ ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യക്കാരായിരുന്നു അതിൻ്റെ ആ ചുമതല ഏറ്റെടുത്തത്. ഫൈബർ ഓപ്റ്റിക് കേബിൾസൊക്കെ സമുദ്രത്തിന് കായിട്ടിട്ട് ഇന്ത്യ വരെ എത്തിച്ചിട്ട് നമ്മളുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് Y2Kൻ്റെ വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അവർ സോഫ്റ്റ്വെയർ എഴുതി ലോകം മുഴുവൻ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കഴിവിനെക്കുറിച്ച് പഠിച്ചത്. അതെല്ലാം സംഭവിച്ച ശേഷം Y2Kയിൽ ഒന്നും പറ്റിയില്ല, ഒന്നും ക്രാഷായില്ല, എല്ലാം നന്നായി നടന്നു. പക്ഷെ അതോടെ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ കൂടി. ഇന്ത്യക്കാരെല്ലാവരും കമ്പ്യൂട്ടർ എക്സ്പേർട്സാണ്, കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറെ കുറിച്ച് എല്ലാം അറിയാവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ കേബിൾസൊക്കെ വന്ന കാരണം നമ്മൾക്ക് പുതിയ ജോലികളുടെ സാധ്യതകൾ വന്നു. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ? അത് അമേരിക്കയിലൊരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ കാണുന്നു. പണ്ട് കാലത്ത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പേഷ്യൻസിനെ കണ്ട നോട്ട്സൊക്കെ എഴുതി വെക്കുന്നു. അതിനെ ഒരു സെക്രട്ടറി ടൈപ്പ് ചെയ്യുന്നു. സെക്രട്ടറിക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസമൊന്നുമില്ല, തെറ്റുണ്ടാക്കുന്നു. ഈ ഡോക്ടർ അതിന് സമയം കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യണം. എന്നിട്ടാണ് അവർ നോട്ട്സിനെ എടുത്തു വയ്ക്കാൻ സാധിക്കുക. ആ സെക്രട്ടറിക്ക് ശമ്പളം വേണം, ഓവർ ടൈം കൊടുക്കണം, ലീവ് കൊടുക്കണം, സിക്ക് ലീവ് കൊടുക്കണം. വലിയൊരു ചിലവായ ഒരു ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ അവരെന്ത് പറഞ്ഞ്, ഇന്ത്യക്കാർ കുറച്ചൊക്കെ മെഡിസിൻ പഠിച്ചവർ ഇന്ത്യയിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന പകരം പേഷ്യൻസിനെ കണ്ട ശേഷം നമ്മുടെ നോട്ട്സ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യാം. എന്നിട്ട് ഇൻ്റർനെറ്റ് വഴിക്ക് ഞങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇന്ത്യക്ക് അയക്കാം. ഇന്ത്യയിൽ അവിടെ ഉണരായിരിക്കും. അവരിതിനെയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവർ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചയക്കുക. ഞങ്ങൾ രാവിലെ എണീച്ച് നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ നോട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു. പെട്ടെന്ന് നോക്കാം, ചെറിയ തെറ്റുകൾ കറക്റ്റ് ചെയ്യുക. അതോടെ ആയി. വലിയ കാര്യമായിരുന്നു, വലിയൊരു സംഭവമായിരുന്നു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. അത് വലിയൊരു ബിസിനസ്സായി മാറി വന്നു. അതുമാത്രമല്ല, ആയിരക്കണക്കിന് 10,000 30,000 ആൾക്കാർക്കൊക്കെ ഇതായിരുന്നു ജോലി. ഇന്ത്യയിലൊരു ബൂം ഇൻഡസ്ട്രിയായി മാറി വന്നു, ഒരു സൺറൈസ് ഇൻഡസ്ട്രി ആയിട്ട്. ഇന്ത്യ ഒരു വേൾഡ് ലീഡറായിരുന്നു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിൽ. 95% മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇന്ത്യയിൽ ചെയ്തത് നമ്മുടെ നാട്ടുകാരാണ്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് വലിയൊരു കമ്പനീസ് പ്രൊളിഫറേഷൻ ഉണ്ടായി. എന്ത് പറ്റിയേ? ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ഈ ജോലികൾ എടുത്തു പലരും വിചാരിച്ചു അവർ ജീവിതത്തിന് അവർ സെറ്റായി, അവർ വീടിൻ്റെ മോർഗേജ് ലോണും കാർ ലോണും ഒക്കെ എടുത്ത് സുഖിച്ചിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമേരിക്കയിൽ എന്ത് വന്നു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് സൗണ്ട് റെക്കഗ്നിഷൻ, വോയിസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ. അതോടെ ഇന്ത്യക്കാരുടെ ഉപയോഗം ആവശ്യമുണ്ടാകുന്നില്ല. ഇപ്പോൾ ഒരൊറ്റ തവണ ഒരു സോഫ്റ്റ്വെയർ മേടിച്ചാൽ മതി. എല്ലാ മാസവും ഇന്ത്യക്ക് കാശ് അയക്കാൻ ആവശ്യമില്ല. ഒരു സോഫ്റ്റ്വെയർ അമേരിക്കൻ ഡോക്ടർ മേടിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ ഇട്ട് കഴിഞ്ഞാൽ, അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നോട്ട്സ് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇൻ റിയൽ ടൈം. അഥവാ ആ ഡോക്ടർ ഒരു ഇന്ത്യക്കാരനാണ് അമേരിക്കയിൽ, നല്ലോണം എണ്ണമുണ്ടല്ലോ നമ്മുടെ, അയാളുടെ ആക്സെൻറ്റ് ആ കമ്പ്യൂട്ടർ ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ 1 or 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം അതും മാറും, അദ്ദേഹത്തിൻ്റെ ആക്സെൻറ്റ് മനസ്സിലാക്കാൻ തുടങ്ങും. അതോടെ തെറ്റുകളും നല്ലോണം ചുരുങ്ങും. ഇതെല്ലാം ചെയ്ത ശേഷം അവർക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ ആവശ്യം? വേണ്ട വെച്ചു. ഈ 10, 20, 30 മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനീസ്, ഈ 30,000 40,000 മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന തൊഴിലൊക്കെ പോയി, നഷ്ടപ്പെട്ടു, അടയ്ക്കേണ്ടി വന്നു. ഇതാണ് ഈ ലോകത്തിൻ്റെ റാപ്പിഡ് ചേഞ്ചിൻ്റെ ഒരു കഥ. പക്ഷെ ആ റാപ്പിഡ് ചേഞ്ച് ഒരു പക്ഷേ എൻ്റെ തലമുറയ്ക്ക് അനുഭവിക്കാൻ ഇത്ര ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ തലമുറയ്ക്ക് അത് വരാൻ സാധ്യതയുണ്ടാകും. നിങ്ങൾ തയ്യാറാവണം. ഞാൻ ഇന്ന് ചെയ്യുന്ന ജോലി ഒരു പക്ഷെ നാളെ ഉണ്ടാവില്ല. നാളെ ഒരു പുതിയ ജോലിയായി എനിക്ക് അവസരം കിട്ടുന്നത് മറ്റന്നാളുണ്ടാവില്ല. പക്ഷെ ഞാൻ എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ്. ആ ധൈര്യം, ആ ആത്മവിശ്വാസം, തിരുമേനി പറഞ്ഞ പോലെ ആ ആത്മവിശ്വാസം നിങ്ങളെല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളെല്ലാവരുടെയും സ്കൂളിലും കോളേജിലും പഠിക്കാൻ സാധിച്ചാൽ അതിനും നല്ലത്. അല്ലെങ്കിൽ പള്ളിയിലും
ബി ഇൻസ്പയർഡ്, ബി മോട്ടിവേറ്റഡ്. ആ ഊർജ നിങ്ങളുടെ ആ മനസ്സുണ്ടാവണം. നമ്മൾക്ക് ഒരു കഴിവും കുറവില്ല, നമ്മളെല്ലാം ചെയ്യാൻ സാധിക്കും. വരട്ടെ പുതിയ വെല്ലുവിളികൾ, വി വിൽ ഫേസ് അപ് ടു ഇറ്റ്. ആ ധൈര്യമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. തറയിൽ തിരുമേനി പറഞ്ഞ പോലെ ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് യു ഓൾ ടു ഹാവ്. ബൈബിൾ പറയുമല്ലോ, നോ ദൈ സെൽഫ്. നോ ദൈ സെൽഫിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. എന്താ എൻ്റെ കഴിവ്, എന്താ എൻ്റെ കഴിവില്ലായ? എനിക്കറിയാം എൻ്റെ കഴിവുകൾ എന്താണെന്ന്. നാളെ എന്നെ 400 മീറ്റർ റേസിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് ഞാൻ ക്ഷമിക്കൂ പറയും. എനിക്കറിയാതാവില്ല എൻ്റെ കാര്യം. പക്ഷേ വേറെ വല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് എഴുതാനോ പ്രസംഗിക്കാനോ എനിക്ക് എൻ്റെ കഴിവ് അറിയാം. അതുപോലെ തന്നെ എല്ലാ മനുഷ്യനും ഈ മുറിയിൽ കഴിവുണ്ട്. ദൈവം ആരെയും ഉണ്ടാക്കിയിട്ടില്ല കഴിവില്ലാത്ത മനുഷ്യനെ, ആരെയും. ചിലപ്പോൾ നമ്മളുടെ കഴിവ് മറ്റേവരെ പോലെ ആയിരിക്കില്ല. ഒരു പരീക്ഷ പാസ്സാവാനൊരു കൈയൊക്കെ ആയിരിക്കില്ല കഴിവ്. റേസ് ജയിക്കാനോ പ്രസംഗിക്കാനോ ഇതുപോലെ ഇത്ര നന്നായി ഡാൻസ് ചെയ്യാനോ അതായിരിക്കില്ല നമ്മുടെ കഴിവ്. പക്ഷെ നമുക്ക് വേറെ ഹ്യൂമൻ ക്വാളിറ്റീസ് ഉണ്ടാവും. ഒരു ക്ലാസ്മേറ്റ് ദുഃഖത്തിലിരിക്കുമ്പോൾ നമ്മളുടെ തോളിൽ വന്നിട്ടാണ് അവർ തല വെക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു കഴിവാണ്, അത് നമ്മുടെ ഒരു ശക്തിയാണ്. ഒരിക്കലും അത് വിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ചില മൂഡ് മാറ്റാൻ വേണ്ടി എല്ലാവരെയും ചിരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ കഴിവാണ്. നോ ദൈ സെൽഫ്, നോ യുവർ സെൽഫ് ആൻഡ് ഡെവലപ്പ് യുവർ സ്ട്രെങ്ത്സ്. നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും, യു ക്യാൻ ഓൺലി ബി യു. വേറെ ആർക്കും നിങ്ങളാവാൻ സാധിക്കില്ല, നിങ്ങൾ വേറെ ആളെ ആവാൻ ആവശ്യമില്ല. നിങ്ങളുടെ മത്സരം അവസാനത്തിൽ നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. ഡു നോട്ട് ലെറ്റ് യുവർ സെൽഫ് ഡൗൺ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ കഴിവിനെ നിങ്ങൾ പൂർത്തിയായിട്ട് ഉപയോഗിക്കണം. നോ വൺ ക്യാൻ ബി എ ബെറ്റർ യു ദൻ യു യുവർ സെൽഫ്. അത് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ആ ആത്മവിശ്വാസത്തോടെ ആരും ഞാനാവാൻ സാധിക്കില്ല, ഞാനാണ് ഞാൻ നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ ഞാൻ നിങ്ങൾ പറയുന്നു, ഭാവിയും നന്നായിരിക്കും, കേരളവും മെച്ചപ്പെടും. ആൻഡ് ദ ഫ്യൂച്ചർ വിൽ ബി യോഴ്സ്. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.